ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വാട്ട്സ് ഇൻ മൈ ട്രാവൽ ബാഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഭയങ്കര ക്വിക്കായിട്ട് പെട്ടെന്ന് ചടപടയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എപ്പോഴും ഞാൻ എവിടെ പോയാലും ഒരേ ബാഗും ഒരേ സാധനങ്ങളാണ് കൊണ്ടുപോകാറ്. അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഐ തോട്ട് ഓഫ് ഷെയറിംഗ് ഇറ്റ് വിത്ത് യു ഗൈസ്. ഐ മീൻ നോട്ട് ഷെയറിംഗ് ഇറ്റ് വിത്ത് യു ഗൈസ്, ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ്. സോ എന്താണ് സോ ഞാൻ ഇവിടുത്തെ ഹോം ടൂർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇടാം. നിങ്ങൾ ആ വീഡിയോ പോയി കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ ഒബ്വിയസ്ലി ട്രാവൽ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ആദ്യം നമുക്ക് എൻ്റെ ബാഗ് കാണാം. ആൻഡ് ദിസ് ഇസ് മൈ ബാഗ്. ഈ ബാഗ് എനിക്ക് ഷാനും ചേച്ചി സേലയുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ നാട്ടിൽ വന്ന ടൈമിൽ. ദിസ് ഇസ് വെരി കംഫർട്ടബിൾ. ഈ ബാഗ് ചുമക്കാനായിട്ട് അങ്ങനെ എത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ഹെവിനെസ് തോന്നാറില്ല. ഈ ബാഗ് നമുക്ക് ബാക്ക് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ബാഗ് ആയിട്ടും യൂസ് ചെയ്യാം. നോക്കൂ, ഈ രണ്ട് സൈഡിലും ദേ ഹാവ് ദിസ് തിങ്ങി. അതിൻ്റെ കൂടെ ഒരു മറ്റേ ഒരു സ്ലിങ്ങും ഉണ്ട്. അത് എൻ്റെ അകത്ത് എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വീട്ടിലെടുത്ത് വെച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. സോ നമുക്ക് ഒന്നെങ്കിൽ ഒരു സൈഡ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. സോ നമുക്ക് എല്ലാം വെക്കുന്നത് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു ക്ലോ ക്ലിപ്പാണുള്ളത്. ഒബ്വിയസ്ലി ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് മുടിയൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ഒരു ക്ലിപ്പാണ്. ഇനി നമുക്ക് ഈ ബാഗ് ഐശ്വര്യമായിട്ട് തുറക്കാം. മെയിൻ പോർഷനാണ് തുറക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ ഉള്ളത് എൻ്റെ ഒരു മൈക്ക് സെറ്റാണ്. അത് ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ ഒട്ടും ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്തില്ല. സോ മൈക്ക് ബോക്സ്. പിന്നെ ഉള്ളത് ഈ ഒരു പൗച്ചാണ്. ഈ ഒരു പൗച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ നിറച്ചതിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ തുറന്ന് കാണിക്കണം, കാണിച്ചേക്കാല്ലേ. ഇതിൽ അങ്ങനെ എല്ലായിടത്തും കാണിക്കുന്നൊന്നുമല്ല, എന്തായാലും കാണിച്ചാൽ. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ടൈഗർ ബാം അല്ല, അമൃതാഞ്ജൻ. ഇത് എൻ്റെ ഒരു വളരെ വലിയൊരു അഡിക്ഷനാണ്. അതായത് എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് എപ്പോൾ തലവേദന എടുത്താലും ഞാൻ ഇത് തേക്കും. ബിക്കോസ് എനിക്ക് ടാബ്ലറ്റ്സ് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തേച്ചിട്ട് കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, പക്ഷെ മൈഗ്രെയിൻ പോകത്തില്ല, അത് വേറെ സത്യം. പക്ഷെ വേദന കുറഞ്ഞു കിട്ടും. സിൻസ് 1893. പക്ഷെ ഞാനൊരു 3 വർഷമായിട്ടാണ് അമൃതാഞ്ജൻ ഉപയോഗിക്കുന്നത്. ഒരു അമൃതാഞ്ജൻ ഇപ്പം എൻ്റെ ഈ ട്രാവൽ ബാഗിലുണ്ട്, ഒരെണ്ണം എൻ്റെ കോളേജ് ബാഗിലുണ്ട്. ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും. എന്തൊക്കെ മിസ് ചെയ്താലും ഇത് ഞാൻ മിസ് ചെയ്യില്ല. ബിക്കോസ് ഇതാണ് എൻ്റെ രക്ഷകൻ. ഇവിടെ ആക്ച്വലി നല്ല മഞ്ഞ് വന്ന് മൂടി നിൽക്കുകയാണ്. എനിക്ക് സത്യമായിട്ടും തണുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സ്റ്റിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറെ ഇങ്ങനെ ഡോളുണ്ട്. പിന്നെ ഇതെന്താ നെഫ്താൽ ഫോട്ട്, ഇതൊക്കെ എന്താ അതിൻ്റെ ഒരു വീസിങ്ങും മൈഗ്രെയിനൊക്കെ മരുന്നുള്ള ഇൻഹേലർ, കുറച്ചധികം മരുന്നൊക്കെ ശരിയാവില്ല. അങ്ങനെ നിറച്ചും മരുന്നുകളുള്ളൊരു പൗച്ച്. അടുത്തുള്ളത് ഈ ഒരു കുട്ടി പെട്ടിയാണ്. ദിസ് പൗച്ച് ഇസ് ലൈക്ക്, എനിക്ക് തോന്നുന്നു എമറൈറ്റ്സ് പ്ലെയിന് കിട്ടിയ ഒരു പൗച്ചാണ് കേട്ടോ. ഈ പൗച്ചിൻ്റെ അകത്ത് എൻ്റെ കുട്ടി മേക്കപ്പ്, ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ഇടാറില്ല, പക്ഷെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റ് ടീത്ത് കോമ്പുണ്ട്, സാധാ കോമ്പുണ്ട്, പിന്നെ ഒരു ബേബി കോമ്പുണ്ട്, പിന്നെ ഒരു ലിപ് ഷെയ്ഡ്. ഇതെന്താണിത്? സെഫോറാസ് ലിപ് ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതെന്താ റോസ്റ്റ് റെഡ് വേറെ ലിപ്സ്റ്റിക് ഉണ്ട്. ദിസ് ഇസ് ലാക്മേ ഐലൈനർ. ദിസ് ഇസ് ബേബി ലിപ്സ് ആൻഡ് ഹിമാലയ കാജൽ. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതെന്താണിത്? അയ്യോ സോറി ഗൈസ്, നേരത്തെ ഫോൺ അടിച്ചതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എൻ്റെ ബാഗിൽ പൗച്ചിലുള്ള സാധനം എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ഇസ് വെരി നൈസ് ടു യൂസ്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക, എന്നിട്ട് നമ്മൾക്ക് ഈ ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ വല്ല തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്? ഈ ഒരു ഐബ്രോ പെൻസിലാണ് ഉള്ളത്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ കെട്ടുന്നൊരു ബുഷല്ലല്ലോ ബാൻഡോ. പിന്നെ ദിസ് ഇസ് വൺ ലിപ് ലൈനർ. എനിക്കറിയാൻ പാടില്ലത്, എനിക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഷീജ കുഞ്ഞമ്മ തന്നാണ്. ഞാൻ ഇടയ്ക്ക് ലിപ് ലൈനറൊക്കെ ഇടാറുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ലൈഡ് ഉണ്ട്. പിന്നെ ഐ ഹാവ് ദിസ് കുഞ്ഞ് ക്യൂട്ട് കമ്മൽ. ഇത് ഞാൻ ആക്ച്വലി എന്തോ പരിപാടിക്ക് ഇട്ടുകൊണ്ട് പോയതാണ്. പിന്നെ എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ പിന്നെ ഓയിലിട്ടതാണ്. അങ്ങനെ ഞാനത് എടുത്ത് വെക്കാൻ മറന്നുപോയി. സോ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലുള്ളത്. ഇത് രണ്ടും എൻ്റെ ഇപ്പോഴത്തെ മോസ്റ്റ് കറന്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്.
ഇത് റൊമാൻറ്റിക് ബ്യൂട്ടി. ഇത് എന്ത് ബ്രാൻഡാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു റസ്റ്റ് റെഡ് കളർ. ഈ ലിപ്സ്റ്റിക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇതെനിക്ക് റിത്യമായി തന്നൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ മേക്കപ്പ് ബാഗിൽ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മളുടെ കുപ്പിയാണ്. ദിസ് ഇസ് ആക്ച്വലി മറ്റേ ഇതിന് എന്ത് ബോട്ടിൽ എന്നാ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇതിൽ ഇപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വരുന്ന വഴി മൊത്തം കുടിച്ച് തീർത്ത് ഇപ്പൊ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, അത്യാവശ്യം ഞാൻ ശരിക്കും ഒരു പിങ്ക് ടപ്പർവെയറിന്റെ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതാകുമ്പോൾ കുറച്ചുകൂടി സുഖം, നമുക്ക് ഇങ്ങനെ ചപ്പി കുടിക്കല്. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ബോട്ടിൽ. ഇനി നമ്മുടെ ബാഗിലുള്ളത് ഇനി നമ്മളുടെ ബാഗിലുള്ളത് ഒരു സോപ്പാണ്. ഇത് എൻ്റെ ഒരു ഡോക്ടർ തന്നൊരു ഫേസ് സോപ്പാണ്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഒരു 4-5 കോളംസ് ഉണ്ട്. അപ്പം അവിടുന്ന് കിട്ടിയതാണ് ഈ സോപ്പ്. പിന്നെ ഒരു പേനയുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ബാഗ് ഞാൻ ഇടയ്ക്ക് കോളേജിൽ പോകും. മേ ബി അപ്പം എന്തോ ഇട്ട് പേനയാണ്. പിന്നെ ഐ ഹാവ് ദിസ് വള്ളി വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദിസ് ബാഗ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കൊരു സൈഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള വള്ളിയാണിത്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു നൈറ്റ് വെയർ ആണ്. അത്രയും. പിന്നെ ദിവസം എന്താ ഈ കവർ എന്ന് പറയുന്നത് ചുമ്മാ സാധാ പ്ലാസ്റ്റിക് കവർ. ഇത് ഞാൻ എന്തിനാ കൊണ്ടുപോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഞാൻ ഈ കോളേജിലൊക്കെ കൊണ്ടുവന്ന് കുടയും വെക്കും ഇതിൽ. ഇന്ന് ഞാൻ കുട എടുത്തിട്ടില്ല, കുടയും വെക്കും. അപ്പൊ ഈ കുട നനഞ്ഞു കഴിയുമ്പം ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പൊ അതിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കവറാണ്. അങ്ങനെ നമ്മളുടെ ഈ പോർഷൻ കഴിയും. ഇനി സൈഡിലില്ല ടിഷ്യൂ ഞാൻ വരുന്ന വഴിക്ക് കയറ്റിയിട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പൗച്ച് നോക്കാം. ഇതില് എയർ ഡോപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് എനിക്ക് തോന്നുന്നു ടോളിലെന്തോ അടിച്ച് കഴിഞ്ഞപ്പം ചേഞ്ച് കിട്ടിയത്. അപ്പം നമ്മളത് ആക്ച്വലി കാറിൻ്റെ മറ്റേ എന്തായാലും പറയണേ മറ്റേ അവിടെ ഇട്ടതാ. പിന്നെ നമ്മൾ എടുക്കാൻ മറന്നു പോയാലോ എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പേഴ്സിലേക്ക് എടുത്തിട്ടതാ. ദെൻ ഐ ഹാവ് വൺ റബ്ബർ ബാൻഡ്. എന്ത് ചവറോ. പിന്നെ ഐ ഹാവ് ദിസ് ജുംക. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ കൂടെ ഇടാൻ എടുത്ത, പക്ഷെ ഞാനിപ്പോൾ സെക്കൻഡ്സ് കിട്ടിയതിന് ശേഷം അടിയത്തെ കമ്മലൊന്നും ഇടാറില്ല, ഭയങ്കര മടിയാണ്. മനസ്സിലായോ? അവിടെ ഇനി നമ്മൾ ലാസ്റ്റ് ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇവിടെ ചടിപ്പോയി. 6 ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഐ ഹാവ് ദിസ് ഡയറി മിൽക്ക്. 2 ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, 1 ഡയറി മിൽക്ക് കഴിച്ചു. ഇത് ചുമ്മാ വെച്ചത്. എനിക്ക് ആക്ച്വലി പേട കഴിക്കാൻ പുതിയായിട്ട്, പക്ഷെ പേട കിട്ടിയില്ല. ഐ മീൻ മറ്റേ പേടയല്ല, നമുക്ക് ഈ പണ്ടിലൊക്കെ കിട്ടുമല്ലോ ഈ മറ്റേ റാപ്പ് ചെയ്തിട്ടുള്ള പേട. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചുമ്മാ ഒരു ക്രേവിങ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഡയറി മിൽക്ക് കഴിച്ചു. ചുമ്മാ നമുക്ക് ഇവിടെ ഒരു സിബ് ഉണ്ട്, അവിടെ ഞാനൊന്നും നോക്കാറില്ല, ഒന്നുമില്ല അവിടെ. സോ ഇതാണ് എൻ്റെ ബാഗിലുള്ള ഐറ്റംസ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹോം ടൂർ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതും കാണാൻ മറക്കണ്ട. സോ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.